ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പൂക്കൾ പോവിനിത പറന്നമ്മേ എന്ന പുസ്തകമാണ് പഠിക്കുവാൻ പോകുന്നത്. ഈ പുസ്തകം കെ ആനന്ദ് കുമാരനാശാൻ്റെ കൃതികളെ ആസ്പദമാക്കി എഴുതിയതാണ്. ഇതിൻ്റെ അവതാരിക പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശനാണ്. ആദ്യം നമുക്ക് കെ ആനന്ദിനെക്കുറിച്ച് പഠിക്കാം. വർക്കല ഇലകമൺ പഞ്ചായത്തിൽ ഹരിഹരപുരത്ത് ജനിച്ചു. ആനുകാലികങ്ങളിൽ കഥ, കവിത, ലേഖനങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രസിദ്ധീകരണമായ അഭിമുഖത്തിൻ്റെ എഡിറ്ററായിരുന്നു. PU വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സർവീസ് ആൻഡ് ലേബർ സ്റ്റഡീസ്, NE ബൽറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സർവീസ് ആൻഡ് സോഷ്യൽ സയൻസസ്, ഭരണ പരിഷ്കാരവേദി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വെളിയനാട് ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജറായിരുന്നു. ഇപ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംഘടനയായ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ മുഖപത്രമായ ശാന്തി പർവ്വത്തിൻ്റെ എഡിറ്ററാണ്. പ്രധാനപ്പെട്ട കൃതികൾ: ഒരു പുല്ലാങ്കുഴലിനു വേണ്ടി, കൃഷ്ണൻ്റെ അമ്മ, സോമദത്തനും വാസുദത്തയും, മന, ഹൃദയതാളങ്ങൾ, സമരപർവം, യസ്നായ പൊല്യാനയിലെ ഋഷി, ലിയോ ടോൾസ്റ്റോയ്. ഇവയെല്ലാം നോവലുകളാണ്. അർദ്ധബാൻ കഥകൾ, കുട്ടികളുടെ സിദ്ധാർത്ഥൻ, ബാലസാഹിത്യം. ഇനി നമുക്ക് ഇതിൻ്റെ അവതാരികയിലേക്ക് പോകാം. കവിതയുടെ ഗഹനതയും മഹനീയതയും ബോധ്യപ്പെടുന്നത് ആശാൻ കൃതികൾ പഠിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴുമാണ് എന്നാണ് പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ പറയുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകിയും കരുണയും പോലുള്ള എത്രയോ കൃതികൾ അന്നും ഇന്നും ജനഹൃദയങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുപ്രായത്തിലെ ആശാൻ കവിതയിലേക്ക് ഇഷ്ടത്തോടെ ആ കവിതയുടെ ആരാധകരായി കുട്ടികളായ നിങ്ങൾ മാറിയാൽ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാ കവിതകളെയും ആസ്വദിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. കുമാരനാശാൻ്റെ കൃതിയായ കുട്ടിയും തള്ളയും എന്ന കവിതയിലെ ഒരു വരിയാണ് പൂക്കൾ പോവിനിത പറന്നമ്മേ എന്നത്. ഓരോ കഥകൾ വായിക്കുന്ന കൗതുകത്തോടെ കുമാരനാശാനെക്കുറിച്ചുള്ള ഈ ലഘുകൃതി വായിച്ചാസ്വദിക്കുവാൻ നമുക്ക് കഴിയും. ഏതാനും ബാലകവിതകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം, കുമാരനാശാൻ്റെ പ്രധാനപ്പെട്ട കുറേ ഖണ്ഡകാവ്യങ്ങൾ, അത്യാവശ്യം ചരിത്ര സംഭവങ്ങൾ എല്ലാം ടീച്ചറമ്മയും കുറേ കുട്ടികളും ഒത്തുകൂടി ഉല്ലാസപൂർവം സംവദിക്കുന്ന ചിത്രപരമ്പരകളുടെ പ്രതീതി ഈ കൃതിയെ വളരെ ആകർഷകമാക്കുന്നു. ഈ കൃതിയുടെ തുടക്കം ഒരു ബാലകവിതയുടെ ആസ്വാദനമായതുകൊണ്ട് എല്ലാ ലേഖനങ്ങളും ബാലകവിതകളെക്കുറിച്ചാണെന്ന് കരുതിക്കൂടാ. ക്രമേണ ഗ്രന്ഥകാരൻ കുമാരനാശാൻ്റെ ജീവിതകഥയിലേക്ക് കടക്കുന്നു. അതുവഴി ബാലരാമായണത്തിലെത്തുമ്പോൾ അന്തരീക്ഷം മാറുന്നു. വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം എന്നീ 3 കാണ്ഡങ്ങൾ മാത്രമേ ആശാൻ പുനരാഖ്യാനം ചെയ്തിട്ടുള്ളൂ. ആ ഭാഗങ്ങളുടെ സൗന്ദര്യവും ആഖ്യാന കൗശലവും ആനന്ദൻ ചർച്ച ചെയ്യുന്നു. പൂർത്തിയാക്കാനുള്ള കാലം ആശാന് ലഭിച്ചിരുന്നുവെങ്കിൽ ബാലരാമായണം മലയാളത്തിൻ്റെ എക്കാലത്തെയും ധന്യതയാക്കി ഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് കെ ആനന്ദൻ്റെ സർഗവൃത്തിയിലെ ഒരു വിജയ പതാക തന്നെയാണ് ഈ ബാലസാഹിത്യകൃതി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം, ടീച്ചറമ്മയുമായി ഒത്തുകൂടുന്ന കുട്ടികൾ നളിനി, ലീല, സീത, ദിവാകരൻ തുടങ്ങിയവർ ആശാൻ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. എന്നാൽ ആ പേരുകളുള്ളവരാണെങ്കിലും ആ കഥാപാത്രങ്ങളുടെ പുനഃസൃഷ്ടിയല്ല ഇവിടെ. അതുകൊണ്ട് കെ ആനന്ദിൻ്റെ സർഗവൃത്തിയിലെ ഒരു വിജയ പതാക തന്നെയാണ് ഈ ബാലസാഹിത്യകൃതി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കുട്ടികളുടെ നിഷ്കളങ്കമായ സാഹിത്യ കൗതുകത്തെ തൊട്ടുണർത്തി കുമാരനാശാൻ്റെ രചനാ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ് കഥാകൃത്ത് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോ കൃതിയിലേക്കും കിടക്കാം. ആദ്യമായിട്ട് പൂക്കൾ പോവിനിത പറന്നമ്മേ. ഇതിൽ കുട്ടിയും കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണ രീതിയിലാണ് കുമാരനാശാൻ ഇതിലെ ചെറിയ ഒരു കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയും തള്ളയും എന്നായിരുന്നു ഈ കവിതയുടെ പേര്.
ഒരു മകരമാസത്തിൽ കുളിരണിഞ്ഞു നിൽക്കുന്ന പ്രഭാതം. ഈ പ്രഭാതത്തിൽ ഉദ്യാനത്തിൽ, അതായത് പൂന്തോട്ടത്തിൽ, ചെടികൾക്കിടയിൽ അമ്മയും മകൻ ഉണ്ണിയും നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ അവൻ കണ്ടു, തൊട്ടു മുന്നിലൊരത്ഭുതം. പൂക്കൾ പറന്നു പോകുന്നു. അവൻ ഞെട്ടിപ്പോയി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ നോക്കൂ, ഈ ചെടിയിൽ നിന്ന് പൂക്കൾ പറന്നു പോകുന്നു. ഇത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു. അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന പിച്ചിയും മുല്ലയും മന്ദാര ചെടികളും പനിനീർ ചെടികളും അവരെ നോക്കി തലയാട്ടി മന്ദഹസിച്ചു. അപ്പോൾ അമ്മ ഉണ്ണിയെ ചേർത്ത് നിർത്തി പറഞ്ഞു, കുട്ടാ, പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പ് നിന്നെപ്പോലൊരു കുസൃതി കുട്ടൻ അവൻ്റെ അമ്മയുമൊത്ത് ഇതുപോലെ ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ കുട്ടിയും ഇത് കണ്ടു, പൂക്കൾ പറന്നു പോകുന്നു. ആ കുട്ടിയും അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞത് ഒരു കവി കേട്ടു. ആ കേട്ട കാര്യങ്ങൾ കവി കവിതയായി, അതായത് പാട്ടായി എഴുതി. ആ കവിത എഴുതിയത് ആരാണെന്നറിയോ? കുട്ടി പറഞ്ഞു, കുമാരനാശാൻ, മിടുക്കൻ. അമ്മേ, എനിക്ക് ആ കവിത ഒന്ന് പാടിത്തരുമോ? അമ്മ ആ കവിത കുട്ടിക്ക് വേണ്ടി പാടി. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ. അമ്മേ, ഈ ചെടിയിൽ നിന്ന് പൂക്കൾ പറന്നു പോകുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ അമ്മ ഉടനെ പറഞ്ഞു, അല്ല, തെറ്റി നീനക്കുണ്ണി ചൊല്ലാം, നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അമ്മ പറഞ്ഞു, മോനെ ഉണ്ണി, നിനക്ക് തെറ്റുപറ്റി. പറന്നു പോകുന്നത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്. മേൽക്കൂമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടെ കളിപ്പാൻ, അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ഉണ്ണി പറയുന്നതും ഉണ്ണി സങ്കടപ്പെടുന്നതും കേട്ട് മറ്റുള്ള കുട്ടികൾ ചിരിച്ചു. പൂമ്പാറ്റയോടൊപ്പം കളിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? പക്ഷെ പറക്കാൻ പറ്റുന്നില്ലല്ലോ. ആ അമ്മ അവനെ ആശ്വസിപ്പിച്ചു. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾ കൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ, നീ പിച്ചകമുണ്ടോ നടപ്പൂ. നമുക്ക് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് ഉണ്ണി വിഷമിക്കുന്നത്? നീ പിച്ച നടന്ന് കളിക്കുന്നില്ലേ? എന്നാൽ ആ പിച്ചക ചെടിയെ ശ്രദ്ധിക്കൂ. അതിന് എങ്ങനെയാണ് നടക്കാൻ കഴിയുന്നുണ്ടോ? എന്താ അമ്മേ അങ്ങനെ? എന്തുകൊണ്ടാണ് പിച്ചകത്തിന് നടക്കാൻ സാധിക്കാത്തത് എന്നതാണ് അവൻ്റെ അടുത്ത ചോദ്യം. അങ്ങനെയായത് എന്തുകൊണ്ടെന്ന് അമ്മ പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ തരാം എന്നുകൂടി കുട്ടി പറയുന്നു. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചൊന്നാൽ. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാമോമനെ ദൈവസങ്കൽപ്പം. അതായത് നമ്മുടെ അറിവ് എത്രയോ ചെറുതാണ്, എല്ലാം ദൈവനിശ്ചയം, അതുപോലെയേ നടക്കൂ, ടീച്ചറമ്മ പറഞ്ഞു. കുമാരനാശാൻ്റെ ഈ കവിതയുടെ പേര് കുട്ടിയും തള്ളയും എന്നാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ മാസം 5-ാം തീയതിയാണ് ഗ്രന്ഥശാല തല മത്സരം നടക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഡിയേഴ്സ്.